ഹായ് ഹലോ. അഗ്ലോണിമ ചെടി ഇഷ്ടപ്പെടാൻ നമുക്ക് പല കാരണങ്ങളുണ്ട് അല്ലേ. പൂമുറ്റൻ ചാനലിൽ ഇന്നത്തെ വീഡിയോ അഗ്ലോണിമ ചെടി എന്തുകൊണ്ടാണ് ഇത്ര പോപ്പുലറായെന്നും അതിൻ്റെ കെയറിങ്ങും അതിൻ്റെ പോട്ടി മിക്സും എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. പൂമുറ്റൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. എനിക്കിഷ്ടം എന്താണെന്ന് വെച്ചാൽ ഈ ഭംഗിയുള്ള ഇലകൾ, എന്ത് ഭംഗിയാലേ, പല നിറത്തിൽ പല ഡിസൈനിൽ. ആ ഇലകൾ തന്നെയാണ് അഗ്ലോണിമയുടെ പ്രധാന ആകർഷണം അല്ലേ. പ്രത്യേകിച്ചും നമ്മുടെ വീടിൻ്റെ ഭംഗി കൂട്ടാൻ ഇൻഡോർ പ്ലാന്റായി വെക്കുമ്പോൾ വീടിന് തന്നെ നല്ലൊരു പച്ചപ്പും ഭംഗിയൊക്കെ നൽകുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഇൻഡോറൊക്കെ ആയിട്ട് നിറയെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്. പിന്നെ പരിചരണം താരതമ്യേന എളുപ്പമാണ്. ചെടികൾക്ക് വലിയ കെയറിങ് ഒന്നും വേണ്ട, അത് സിമ്പിളാണ് നോക്കാനും എന്നൊക്കെ എനിക്ക് തോന്നിയത്. കുറഞ്ഞ വെളിച്ചത്തിൽ വേഗം വളരാൻ കഴിവുള്ള ഒരു ചെടിയാണ് അഗ്ലോണിമ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഗ്രീൻ സിൽവർ, പിങ്ക് റെഡ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി കളക്ഷൻ നമ്മുടെ കയ്യിൽ തന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ സെയിലിംഗ് ചാനലായതിനോട് കുറേ സെയിൽ പോയിട്ടുണ്ട്. എന്നാൽ പോലും നമ്മുടെ ഈ പ്രീമിയം ലുക്കില്ലേ, പ്രത്യേക നിറത്തിലുള്ള പ്ലാൻ കളക്ഷൻ വളരെ മനോഹരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചെടി എനിക്കിഷ്ടം. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വളരെ ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഇതൊരു ലീഫ് പ്ലാന്റ് ആണ്. ഇതിന് പൂക്കളൊന്നുമില്ല. ചില ആൾക്കാർക്ക് പൂക്കളുള്ള ചെടിയോടേക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് പൂക്കളില്ലാത്ത ചെടികളോടേക്കും ഇഷ്ടം. അപ്പോൾ എനിക്കൊരു കാലഘട്ടം വരെ എനിക്ക് ഇലച്ചെടികളോടായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടം. പിന്നെ ഞാൻ അടീനിയത്തിനോടൊരു ഇഷ്ടം വന്നേരെയാണ് ഞാനൊരു അടീനിയ ലവറായി മാറി. എന്നിരുന്നാലും എൻ്റെ ചെടികൾ ഇപ്പോഴും എൻ്റെ കയ്യിൽ പലതും ഉണ്ട്. വർഷങ്ങളോളം ഈ ചെടികൾ നിൽക്കും. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലകളുടെ ഒരു മനോഹാരിത തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓരോ വെറൈറ്റിക്കും വ്യത്യസ്തമായ നിറങ്ങളും ഇലകളുടെ ഡിസൈനും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ് കളക്ഷൻ ഓരോ എണ്ണം കൂട്ടി വരാൻ നമുക്ക് എപ്പോഴും ആഗ്രഹമാണ് അല്ലേ. അപ്പോൾ ആദ്യ വളർച്ചാ ഘട്ടത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ. നേരിട്ട് കനത്ത വെയിൽ വേണ്ടാത്തൊരു ചെടിയാണ്. ഒരു ഇൻഡയറക്റ്റ് ലൈറ്റാണ് അഗ്ലോണിമയ്ക്ക് എപ്പോഴും വേണ്ടത്. പിന്നെ വെള്ളം അധികം വേണ്ടാത്ത ചെടിയാണ്. വെള്ളത്തിൻ്റെ മുകൾ ഭാഗം ഉണങ്ങിയ ശേഷം മാത്രമാണ് നമ്മൾ വെള്ളം കൊടുക്കേണ്ടത്. എപ്പോഴും നനഞ്ഞിരിക്കുന്ന ചെടിയാണെങ്കിൽ ഷൂട്ട്സ് വരത്തില്ല. അപ്പം നമുക്ക് എപ്പോഴും ആഗ്രഹം എന്താ, ഷൂട്ട്സ് വന്ന് നിറയെ ബുഷി പോട്ടാവണമെന്ന്. നിങ്ങൾക്ക് അങ്ങനെയാണോ എനിക്കറിയില്ല. എനിക്കെപ്പോഴും ബുഷി പോട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം വെള്ളം അധികം കൊടുത്തു കഴിഞ്ഞാൽ ഷൂട്ട്സ് അത്ര വേഗത്തിൽ വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അധിക വെള്ളം കൊടുക്കരുത്. നനവുണ്ടെങ്കിൽ വെള്ളം കൊടുക്കരുത്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വെള്ളം കെട്ടി നിൽക്കാത്ത ഡ്രൈനേജ് ക്ലിയർ ആയിട്ടുള്ള ഒരു പോട്ടി മിക്സും, ഡ്രൈനേജ് എപ്പോഴും ക്ലിയർ ആക്കിയും വെക്കണം. കാരണം വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം വന്നാൽ നമ്മുടെ ചെടി ചീഞ്ഞു പോവുകയും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന എപ്പോഴും ക്ലിയർ ചെയ്യാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, പ്രത്യേകമായിട്ട് പറയുകയാണ്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുകയുണ്ടായി വളം ഏതാ കൊടുക്കേണ്ടത്, വലിയ വില കൂടിയ വളം കൊടുക്കണമെന്ന്. ഒന്നും ആവശ്യമില്ല. സാധാരണ ചാണകപ്പൊടി കമ്പോസ്റ്റ് അല്ലെങ്കിൽ കരിയില കമ്പോസ്റ്റ്, ഈ ഒരു വളത്തിൽ തന്നെ നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ് അഗ്ലോണിമ. അല്ലാതെ പുറത്തുനിന്ന് ഒരു വളവും ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എപ്സം സോൾട്ട് വളരെ ഫലപ്രദമാണ്. അതിൽ കൂടുതൽ ഒരു വളവും ആവശ്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഒരു 10 ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വേറെ ചെടികൾക്ക് NPK വാങ്ങുന്നവരാണെങ്കിൽ NPK എല്ലാ മാസവും ഓരോ വട്ടം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ NPK ഇല്ലെങ്കിലും ഇപ്പോൾ വളം വാങ്ങിക്കാൻ പറ്റാത്തവരൊട്ടും വിഷമിക്കേണ്ട. പുറത്തുനിന്ന് ഒരു വളം ഇല്ലെങ്കിലും ഇപ്പോൾ നമ്മുടെ ചെടിയിൽ ഒരുപാട് ഷൂട്ട്സ് ഉണ്ട്. പല അഗ്ലോണിമക്കും എപ്സം സോൾട്ട് അല്ലാതെ ഒന്നും കൊടുത്തിട്ടില്ല. ചില ചെടികൾക്ക് വെറും ചാണകപ്പൊടി മാത്രമാണ്. അപ്പോൾ അതെനിക്ക് ഉറപ്പാണ്. വേറെ ഒരു കെമിക്കൽ വളം ഇല്ലെങ്കിലും അഗ്ലോണിമ നന്നായി വളരും. പക്ഷേ ഞാൻ എൻ്റെ അഡീനിയം പോലുള്ള വീഡിയോകളിൽ പറയാറുണ്ട് നിങ്ങൾ കെമിക്കൽ വളം ഉപയോഗിക്കണമെന്ന്. അങ്ങനെയുള്ള ചെടികൾക്ക് അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ അഗ്ലോണിമ പോലെയുള്ള ചെടികൾക്ക് ഓർഗാനിക് വളം ധാരാളമാണ്. പക്ഷേ അഡീനിയം പോലെയുള്ള ചെടികൾക്ക് ഓർഗാനിക് വളം വേസ്റ്റാണ്. ഒരു കാര്യമില്ല, ഒറ്റ പൂ ഉണ്ടാവത്തില്ല, ചെടികൾ സർവൈവ് ചെയ്യേയില്ല. അപ്പോൾ ഓരോ ചെടികൾക്കും ഓരോ പോലെയാണ് കേട്ടോ. പിന്നെ വായുസഞ്ചാരമുള്ള ക്ലിയർ ആയിട്ടുള്ള എയർ സർക്കുലേഷൻ കൂടുതലുള്ള ഒരു പോട്ടി മിക്സും പോട്ടുമാണ് വേണ്ടത്. അപ്പോൾ പോട്ടി മിക്സിൽ ഉമി ചേർത്താൽ ഫലപ്രദമാണ്. ഉമിയൊക്കെ ഇട്ടുള്ള ഒരു പോട്ടി മിക്സ് ഞാൻ സജസ്റ്റ് ചെയ്യും. ഉമിയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഉമി കൊടുക്കുന്നുണ്ട് ചാനലിലൂടെ. അപ്പോൾ ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഈസി കെയറിങ് ആണ്. അപ്പോൾ പുതുതായി വരുന്ന ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളൊരു ചോയ്സ് തന്നെയാണ് അഗ്ലോണിമ. മനോഹരമായ ഇലകൾ വീട്ടിൽ വെച്ച് നല്ല പച്ചപ്പ് ആക്കി വരാൻ പ്ലാന്റ് കളക്ഷൻ ഉണ്ടാക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സാണ്. തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ബെസ്റ്റ് ചോയ്സ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് കളക്ഷൻ തന്നെയാണ് കേട്ടോ അഗ്ലോണിമ. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ തന്നെയാണ് നമ്മുടെ ഗാർഡനെ മനോഹരമാക്കുന്നത്. നമ്മുടെ ഈ ഗാർഡനിൽ ഈ ഒരു ചെടി വെച്ചാൽ പൂക്കളുണ്ടാവാത്തൊരു ചെടിയാണിത്. വളരെ അപൂർവമായി പൂക്കളുണ്ടാവും. പൂക്കളുണ്ടായാൽ തന്നെ അത് പെട്ടെന്ന് പൊട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ പുതിയ തളിർപ്പ് വരുന്നത് കുറവാണ്. അപ്പോൾ പൂക്കളില്ലെങ്കിൽ പോലും നമ്മുടെ ഗാർഡന് നല്ല ഭംഗി കൊടുക്കുന്ന അതിമനോഹരമായ സിൽവർ, പിങ്ക്, ചുവപ്പ്, പച്ച അങ്ങനെ ഒരുപാട് വെറൈറ്റിയിൽ കാണുന്ന നമ്മുടെ ഗാർഡനിന് നല്ലൊരു ഫ്രഷ് ലുക്ക് കൊടുക്കുന്ന അട്രാക്റ്റീവ് ലുക്ക് നൽകുന്ന പല വെറൈറ്റിയിൽ വരുന്ന ഒരു ചെടിയാണ് അഗ്ലോനിമ. അപ്പം അഗ്ലോനിമ പ്ലാന്റ് കളക്ഷൻ ഗാർഡൻ്റെ ഡെക്കോറായിട്ട് ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചെടിയായി മാറിയിട്ടുണ്ട്. നഴ്സറികളിലൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന പോലും അഗ്ലോനിമയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പൂക്കളല്ല ഇതിൻ്റെ മനോഹാരിത, ഇതിൻ്റെ ഇലകൾ തന്നെയാണ്. ചെറുത് ഇളം നിറത്തിലുള്ള വൈറ്റ് ഒരു പൂക്കൾ വരാറുണ്ട് കേട്ടോ. നമ്മുടെ ആന്തൂറിയൊക്കെ പോലെയുള്ള അതുപോലത്തെ ഒരു ടൈപ്പ് പൂവാണ് വരുന്നത്. പക്ഷേ ആ പൂവിനൊരു പ്രത്യേകത ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പൂ വന്നാൽ വേഗം വെട്ടിക്കൊടുത്താലാണ് ചെടി നന്നായിട്ട് വളരുന്നത് എന്നുള്ള പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ആദ്യമായിട്ട് ചെടി വളർത്തിയെടുക്കുന്നവർക്ക് നല്ലൊരു ചോയ്സ് തന്നെയാണ്. ശരിയായ രീതിയിൽ ഒരാവശ്യത്തിനുള്ള ഒരു ഇൻഡയറക്റ്റ് ലൈറ്റൊക്കെ കൊടുത്ത് അത്യാവശ്യം നല്ലൊരു കെയറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. പിന്നെ ഈ അഗ്ലോനിമ ചെടി ഒരുപാട് ഹൈറ്റ് വെക്കാത്തൊരു ചെടിയാണ്. ഒരു ബുഷി പോട്ടായിട്ട് ഒരാവശ്യത്തിലുള്ള ഉയരത്തിൽ വരുന്ന ഒരു ചെടിയാണ്. ഒരു 30 മുതൽ ഒരു 90 സെൻറ്റിമീറ്റർ അത്ര വരെയൊക്കെ ഉള്ളൂ കേട്ടോ. എനിക്ക് അങ്ങനെ വെറൈറ്റി ഹൈറ്റ് വെച്ചിട്ടുള്ളൂ തോന്നിയിട്ടുള്ളൂ. അപ്പം നമുക്കിപ്പോൾ ടേബിളിലോ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി പോട്ടിൽ ഒരു വൈറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോട്ട്. ആ പോട്ടിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയുടെ ലുക്ക് തന്നെ മാറ്റുന്ന നല്ലൊരു ചെടിയാണിത്. പിന്നെ പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ മഞ്ഞായ ഇലകൾ, മോശം ആയ ഇലകളൊക്കെ പെട്ടെന്ന് തന്നെ നല്ലൊരു സിസേഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പ്രൂണർ കട്ടറൊന്നും ഇല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇലകളൊക്കെ ആവശ്യമില്ലാത്ത ചെടിക്ക് വൃത്തിയില്ലാത്ത ഇലകളൊക്കെ വെട്ടിക്കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. അപ്പോൾ പിന്നെ പറയാനുള്ളത് ഏത് പോട്ടാണ് വേണ്ടതെന്ന് ഒരുപാട് പേര് ചോദിച്ചു. സെറാമിക് പോട്ട്, പ്ലാസ്റ്റിക് പോട്ട്, സാൻഡ് പോട്ട്, ഏത് പോട്ട് വേണമെങ്കിലും എടുക്കാം. നോർമൽ ഒരു പോട്ട് മതി. പിന്നെ ഹാങ്ങിങ് പോട്ടായിട്ട് വെക്കുന്നവർ കുറച്ചൊക്കെ ഉണ്ട്, പക്ഷെ അത്ര സ്യൂട്ടബിൾ അല്ല ഹാങ്ങിങ് പോട്ടായിട്ട് വെക്കുക എന്നുള്ളതാണ് തോന്നിയത്. അതിൻ്റെ ആ വെറൈറ്റീൻ്റെ ഭംഗി എപ്പോഴും ബുഷി പോട്ടായിട്ട് കാണുമ്പോഴാണെന്ന് എനിക്ക് തോന്നിയത്. ഏത് പോട്ടാണെങ്കിലും ഡ്രൈനേജ് ഹോൾ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് കേട്ടോ പറയാനുള്ളത്. വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ഇലകൾ കുറച്ച് അധിക ദിവസം തന്നെ ഫിക്സറായിട്ട് അങ്ങനെ നിൽക്കാറുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, വെളിച്ചം, വളങ്ങൾ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ആരോഗ്യപരമായി ഇലകൾ മഞ്ഞ കളറാവുകയും കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തുടർച്ചയായ ഇലകൾ മഞ്ഞയായി കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന് വെള്ളക്കുറവുണ്ടോ അതിന് വളത്തിൻ്റെ കുറവുണ്ടോ നോക്കി അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വെയിൽ കൂടിയാലും ഇങ്ങനെ മഞ്ഞ കളർ വന്നിട്ട് ശക്തമായ വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ വെളുത്ത പാടുകളും കരിഞ്ഞു പോകലും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇൻഡയറക്റ്റ് ലൈറ്റിൽ വെക്കാൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയാണ്. അതിൻ്റെ വെറൈറ്റീൻ്റെ യഥാർത്ഥ ചുവപ്പ് കളറും നിറവും ഒക്കെ കിട്ടണമെങ്കിൽ ആ ഒരു ഭംഗിയിൽ കിട്ടണമെങ്കിൽ ഇൻഡയറക്റ്റ് ലൈറ്റ് തന്നെ കൊടുക്കുക കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഇലകൾ തന്നെയാണ് അതിൻ്റെ ഭംഗി. പഴയ ഇലകൾക്ക് എപ്പോഴും അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നല്ലൊരു ഫ്രഷ് ലുക്ക് കിട്ടണമെങ്കിൽ കൃത്യമായ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുക. ഒരിത്തിരി ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ എങ്ങാനും ഇട്ടാൽ മതി കേട്ടോ. അത്രേ ആവശ്യമുള്ളൂ. വർഷങ്ങളോളം നിൽക്കുന്ന ഒരു ചെടിയാണ്. ഇപ്പോൾ ഒരു ചെടി നമ്മളെ വീട്ടിൽ വാങ്ങി വെച്ചാൽ സാധാരണ 5-10 വർഷമൊക്കെ സുഖമായിട്ട് നമ്മുടെ വീട്ടിൽ നിൽക്കും. പിന്നെ കുറച്ച് മൂത്ത് പോയി കഴിഞ്ഞാൽ നമ്മളത് ഫ്രണ്ട് ഭാഗം മോൾ ഭാഗം കട്ട് ചെയ്തിട്ട് പുതിയൊരു തൈയാക്കാം. അതിൻ്റെ കട്ടിങ്സ് എല്ലാം വെച്ച് കുറേ തൈകൾ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ അഗ്ലോനിമ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കരിഞ്ഞ ഇലകളൊക്കെ വരാതെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ പരിചരണം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഭംഗിയായിട്ട് എത്രയോ ദിവസങ്ങളോളം ഈ ചെടി നിൽക്കാറുണ്ട്. പിന്നെ പ്രധാനമായിട്ടും അടുത്തായിട്ട് ഒന്ന് പോട്ടി മിക്സിൻ്റെ കാര്യം പറയാം. വായുസഞ്ചാരം കിട്ടുന്ന വേരുകൾക്ക് ആവശ്യമായ രീതിയിൽ സ്പേസിൽ വളരാൻ പറ്റുന്ന ഒരു പോട്ടി മിക്സാണ് എടുക്കേണ്ടത്. അതല്ലെങ്കിൽ വേര് ചീഞ്ഞു പോവും, ഇല മഞ്ഞയായി പോവും, വളർച്ച മന്ദഗതിയിലാവും. അപ്പോൾ അധികം വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു പോട്ടി മിക്സാണ് എപ്പോഴും നല്ലൊരു ചോയ്സ്. അപ്പോൾ അതിന് വേണ്ടി ചരൽ കൂടിയ മണ്ണ്, നിങ്ങൾക്ക് മണലുണ്ടെങ്കിൽ 1-2 പിടി മണലിടുക. എനിക്ക് മണലില്ലാത്തതുകൊണ്ട് ഞാൻ ചരൽ കൂടിയ മണ്ണാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉമി ചേർക്കാം. ഉമി വളരെ ഫലപ്രദമാട്ടോ അഗ്ലോനിമേനെ സംബന്ധിച്ച്. ഞാൻ എപ്പോൾ ഉമി ചേർത്ത് തുടങ്ങി അതിനുശേഷം റൂട്ട് റോട്ട് എന്നുള്ള പ്രശ്നം എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയറായി. അതെന്താണെന്ന് വെച്ചാൽ ഉമി ചേർക്കുമ്പോൾ ആവശ്യമില്ലാത്ത വെള്ളത്തെ താഴോട്ട് ഇറക്കി വിടുകയും
എയർ പോക്കറ്റ്സ് ഉണ്ടാവും മണ്ണിൽ, അതുകൊണ്ട് തന്നെ സ്പേസ് വരുന്നുണ്ട്, വേരുകൾ വ്യാപിച്ച് വളരും, പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഷൂട്ട്സ് പുതിയതായിട്ട് വരാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഉമി ഫലപ്രദമാണ്. ഒരു പിടി കോക്കോപീറ്റ്, പിന്നെ എന്തെങ്കിലും ഓർഗാനിക് വളം, കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ എന്തെങ്കിലും എടുക്കുക, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്. ഇതാണ് നമ്മുടെ ഒരു പോട്ടി മിക്സ് വരുന്നത്. ഇത് വളരെ ഫലപ്രദമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫലപ്രദം എന്നല്ല, ബെസ്റ്റ് പോട്ടി മിക്സാണ്. അപ്പം ഇതിൻ്റെ എല്ലുപൊടിയും ഒരു പിടി ഇടാറുണ്ട് കേട്ടോ. ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ഇലകളുടെ ഒക്കെ വളർച്ചയ്ക്ക് ഓർഗാനിക് വളം, വേരുകളുടെയൊക്കെ ഒരു വളർച്ചയ്ക്ക് എല്ലുപൊടി, മണ്ണൊന്ന് പ്രൊട്ടക്റ്റ് ആക്കാൻ വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ വെള്ളം എല്ലാ ദിവസവും കൊടുക്കേണ്ട ഞാൻ അപ്പോൾ വെള്ളം ഒന്ന് പിടിച്ചു വയ്ക്കാൻ ഒരു ചകിരിച്ചോറ്, പിന്നെ നല്ല മണ്ണിനൊരു സ്പേസ് കൂടി വ്യാപിച്ച് ചെടികൾ വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉമി, പിന്നെ ചരൽ കൂടിയ മണ്ണാവുന്നതുകൊണ്ട് തന്നെ ഒരിക്കലും മണ്ണ് കുഴഞ്ഞു പോകത്തില്ല. അപ്പോൾ ഇത് നല്ലൊരു ചോയ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ ഫലപ്രദമാണ്. അടീനിയം പോലുള്ള ചെടികൾക്ക് ഇതേ പോട്ടി മിക്സ് തന്നെ മതി, കോക്കോപിറ്റ് ഒഴിവാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യമാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയത്. ഇപ്പോൾ സാൻഡും റൈസസ്കും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചെടി ഡാമേജ് ആവാതിരിക്കാൻ 100% പ്രൊട്ടക്റ്റ് ആയിരിക്കാൻ വളരെ ഹെൽപ്പാണ്. അപ്പം മണ്ണ് കട്ടയാവുമ്പോൾ വെള്ളം പിടിച്ച് നിൽക്കരുത്. അപ്പം മണ്ണ് കട്ടയാകുമ്പോൾ പോട്ട് ഡ്രൈനേജ് ഹോള് ക്ലിയറും കൂടി അല്ലെങ്കിൽ ചെടി ചീഞ്ഞു പോകാൻ നല്ലൊരു സാധ്യതയുണ്ട് കേട്ടോ. അപ്പം നല്ല വായുസഞ്ചാരം കിട്ടുന്ന കട്ടിയാവാത്തൊരു പോട്ട് മിക്സാണ് ഈ ഒരു പോട്ട് മിക്സ്. അതുകൊണ്ട് ഇത് നല്ലൊരു ഓപ്ഷനാണ്, നല്ലൊരു ചോയ്സാണ്. പിന്നെ മണ്ണിന് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുമ്പോൾ 1 മാസം 1.5 മാസം കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഫെർട്ടിലൈസേഴ്സ് കൊടുത്തു തുടങ്ങാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ NPK ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചാണകപ്പൊടി, എല്ലുപൊടി പോലുള്ള കാര്യങ്ങൾ മണ്ണൊന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി. ഒരു 1.5 മാസം കഴിഞ്ഞാൽ അടുത്ത വളം ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഒരുപാട് വളങ്ങൾ ആവശ്യമില്ല കേട്ടോ. മാസത്തിലൊരിക്കൽ ലഘുവായ ഒരു ഫെർട്ടിലൈസേഴ്സ് മതി, എന്നാൽ തന്നെ അടിപൊളിയായിട്ട് വരും. പക്ഷേ കീടങ്ങളുടെ പ്രശ്നം നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ ഇലയാണല്ലോ ഇതിൻ്റെ ഭംഗി. അപ്പം ചെടിക്ക് എന്തെങ്കിലും രോഗങ്ങൾ ബാധിച്ച ഇലയൊക്കെ ഉണ്ടെങ്കിൽ അത് വെട്ടിയിട്ട് പുറത്ത് കളഞ്ഞേക്കണം. ഇലകളുടെ മുകളിലും അടിഭാഗത്തും തണ്ടിലും ശ്രദ്ധിക്കണം. കീടങ്ങൾ ഇവിടെ എല്ലാം ഉണ്ടാവാറുണ്ട്. അപ്പം വെള്ളം ഉപയോഗിച്ച് ചെറിയ രീതിയിൽ വേണമെങ്കിൽ ഈ കീടങ്ങൾ കഴുകി പോക്കാം. എന്നിട്ട് രോഗം ബാധിച്ച ഇലകളൊക്കെ ഉണ്ടെങ്കിൽ വെട്ടി ദൂരെ കളഞ്ഞേക്കാം. കൃത്യമായ ലേബിളിൽ പറഞ്ഞ അളവിൽ പെസ്റ്റ് കൺട്രോൾ, നിങ്ങളുടെ കയ്യിൽ എന്താണോ പെസ്റ്റ് കൺട്രോളുള്ള അത് ഉപയോഗിക്കുക. നീം ഓയിൽ ഫലപ്രദമാണ്. അതല്ലെങ്കിൽ ബിഗ് ബോസ് പോലെയുള്ള കുറച്ചുകൂടി ഫലപ്രദമായിട്ടുള്ള ഉപയോഗിക്കുക. കൃത്യമായ മാസത്തിൽ 1, 2, 3 പ്രാവശ്യം ഉപയോഗിച്ചാൽ 100% പെർഫെക്റ്റായി ചെടി നിൽക്കും. മീലി ബഗ്സ്, ആഫിഡ്, സ്പൈഡർ, കീടങ്ങൾ നിറയാണ് അഗ്ലോനിമക്ക്. ഇലകളൊക്കെ ഓട്ട ആക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. ഇവർ രാത്രിയായി വരിക, നമ്മൾ കാണത്തില്ല. അപ്പോൾ കീടങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ പോലും മാസത്തിൽ 1, 2 പ്രാവശ്യം കീടങ്ങൾക്ക് വേണ്ടത് സ്പ്രേ ചെയ്ത് വെച്ചാൽ വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ എൻ്റെ ഇലകൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തൊരു ഷൈനിങ് ലീഫാണ്, എന്തൊരു പെർഫെക്റ്റാണ്. അത് കൃത്യമായ പെസ്റ്റ് കൺട്രോൾ അടിച്ചിട്ടാണ്, കൃത്യമായി ഞാനത് അടിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇലകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ അടുത്ത് ഞാനൊരു കലാത്തി എടുത്തു വന്ന് പറയുമ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന്, പക്ഷേ അതിൽ പോലും അവർ കൃത്യമായിട്ട്. പിന്നെ ഫംഗസിൻ്റെ ഒരു പ്രശ്നവും ചെടിക്ക് വരാറുണ്ട്. മഞ്ഞപ്പാടുകൾ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇല നീക്കം ചെയ്യുക. മണ്ണ് ഉണങ്ങുന്നതിന് മുമ്പ് മണ്ണ് ഇങ്ങനെ വെള്ളം കെട്ടി നിന്നിട്ട് ചീഞ്ഞ് പ്രശ്നങ്ങൾ വരുന്നതൊക്കെ ഫംഗസിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ചെടിക്ക് കൃത്യമായ വായുസഞ്ചാരം നൽകിയില്ലെങ്കിൽ ഇലകൾ നനഞ്ഞ് കിടക്കുന്നതും തണ്ടുകൾ ചീഞ്ഞു പോകുന്നതും കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ ഫംഗസിൻ്റെ ഒരു പ്രശ്നമാണ്. ഏതെങ്കിലും ഒരു ഫംഗിസൈഡ്, സാഫ് വളരെ ഫലപ്രദമാണ്. സാഫ് ഇതൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. പെസ്റ്റ് കൺട്രോൾ എല്ലാം. ഇതൊന്നും നിങ്ങൾക്ക് പുറത്തുനിന്ന് എവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടില്ലെങ്കിൽ ഉമ്മിയാണെങ്കിലും പോട്ടി മിക്സ് ആണെങ്കിലും എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾ എന്നോട് വാങ്ങിക്കാവുന്നതാണ് എവിടെ നിന്നും കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ അഗ്ലോനിമ ഫംഗസ് വരാതിരിക്കാൻ പ്രത്യേകമായിട്ട് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഫംഗസ് ബാധ കണ്ട ആദ്യം തന്നെ ഇലകളൊക്കെ മുറിച്ച് മാറ്റി ആവശ്യത്തിനുള്ള ഫംഗിസൈഡ് കൊടുക്കുക. തണ്ട് ചെയ്യുന്നത് പോലും ഫംഗിസൈഡ് പെട്ടെന്ന് കുറേ സ്ഥലത്തേക്ക് പിന്നെ നനയ്ക്കാതെ ഫംഗിസൈഡ് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതാണ് ആ രോഗം മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ പൊതുവേ അഗ്ലോനിമ എങ്ങനെയാണ് പുതിയതായിട്ട് റീപ്പോർട്ട് ചെയ്യാമെന്ന് ഒരുപാട് പേര് ചോദിക്കേണ്ടായി.
ചെടിയുടെ അടിയിൽ നിന്ന് കട്ട് ചെയ്ത് ഒന്നിലധികം തണ്ടുകൾ ഇങ്ങനെ മണ്ണിൽ വെച്ചിട്ട് നമുക്ക് കുറേ ചെടികൾ ഉണ്ടാക്കാം സ്റ്റെം കട്ടിങ് വഴി. അതല്ലെങ്കിൽ വേരുകൾ ഉള്ള ഒരു ഭാഗം കട്ടിങ് ഒരു ഭാഗവുമായിട്ട് നമുക്ക് നടാം. പിന്നെ സീഡ്സും ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഞാനിതുവരെ അത് ചെയ്ത് നോക്കിയിട്ടില്ല. ഞാനെപ്പോഴും സ്റ്റെം കട്ടിങ്ങും റൂട്ടിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ രീതിയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു പോട്ട് മിക്സിൽ നടുന്നതാണ് എപ്പോഴും നല്ലത്. ഷെയ്ഡിലാണ് നട്ട ഉടനെ വെക്കേണ്ടത്. പിന്നെ ഒരു 1.5 മാസം കഴിഞ്ഞാൽ വളങ്ങൾ ചെയ്തു കൊടുക്കുക. ഏതെങ്കിലും ഒരു ഓർഗാനിക് വളം, എല്ലുപൊടി, ചാണകപ്പൊടി, കമ്പോസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ അഗ്ലോനിമ ബെസ്റ്റാണ്. വേറെ ഒരു വളത്തിൻ്റെ ആവശ്യം അഗ്ലോനിമയ്ക്കില്ല. അത് വീണ്ടും വീണ്ടും പറയാണ്. പല പല വീഡിയോകളിൽ പലതും കാണുന്നുണ്ട്. വില കൂടിയ പ്രോഡക്ട്സ് അതൊന്നുമില്ലെങ്കിലും അഗ്ലോനിമ സൂപ്പറായിട്ട് വരും. പക്ഷേ റോസ്, ഓർക്കിഡ് അങ്ങനെയുള്ള പൂക്കളുള്ള ചെടികൾക്ക് അത് പോരാ. സ്പെഷ്യൽ കെയറും സ്പെഷ്യൽ വളങ്ങളും ചെയ്യണം. അത് പ്രത്യേകമായിട്ട് പറയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അഗ്ലോനിമയുടെ ഒരു വീഡിയോ ആയിരുന്നു. ഭംഗിയുള്ള ഇലകളും പല വെറൈറ്റീസും വളരെ നല്ല ഭംഗിയിൽ നമ്മളെ വീട്ടിൽ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചെടിയാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത പരിചരണം ആയതുകൊണ്ട് തന്നെ നല്ല കളക്ഷൻ നമുക്ക് ഒരുപാട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. നല്ലൊരു ചോയ്സാണ്. ശരിയായ വെളിച്ചം, വെള്ളം, ഡ്രൈനേജ് ഹോൾ ക്ലിയർ ആക്കുക, നല്ലൊരു പോട്ടി മിക്സൊക്കെ കൊടുത്താൽ അഗ്ലോനിമ വർഷങ്ങളോളം നമ്മുടെ വീട്ടിലും ഓഫീസിലും ഗാർഡനിലും ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഉമ്മിയോ പോട്ടി മിക്സോ അല്ലെങ്കിൽ പെസ്റ്റ് കൺട്രോളോ ഫംഗിസൈഡോ എപ്സം സോൾട്ട് അങ്ങനെ എന്ത് വേണമെങ്കിലും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മുടെ ചാനൽ എല്ലാ സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല കേട്ടോ, റോസ് പോലെയുള്ള എല്ലാ ചെടികൾക്ക് വേണ്ട എല്ലാ പ്രോഡക്ട്സും അവൈലബിൾ ആണ്. ഒരു ചെടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പച്ചപ്പിന് മനോഹരമായ ഒരു ഭംഗി കൊടുക്കുന്ന ഒരിതാണ്. നമ്മുടെ ഒരു കൂട്ടുകാരി ആയിട്ടാണ് നമ്മൾ അഗ്ലോനിമയൊക്കെ കാണുന്നത്. നിങ്ങളും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂമുറ്റം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഒരു ലൈക്ക് തന്നാൽ ഒരുപാട് സന്തോഷം. അഗ്ലോനിമ ചെടി ഒരു ഫോളിയേജ് പ്ലാന്റാണ്. ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുക. ബാൽക്കണിയിലും നമ്മുടെ ഇൻഡോറായിട്ട് ബെഡ്റൂമിൽ വരെ ഒരുപാട് പേര് വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള നല്ലൊരു ഭംഗിയുള്ളൊരു ചെടിയാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീഡിയോകളിൽ പറയുന്ന പല കാര്യങ്ങളും ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ക്ലാരിഫിക്കേഷനാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിലുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അഗ്ലോനിമയൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് നോക്കുന്നതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി അത്യാവശ്യം എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ചാനൽ തുടങ്ങിയതും. ചെറിയ ചാനലാണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഉയർന്ന് മുകളിലോട്ട് വരാൻ കഴിയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ സൗണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയണമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാതെ പോകരുത്. ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ബെല്ലൂടി ക്ലിക്ക് ചെയ്തേക്കണേ. താങ്ക് യു. ബൈ ബൈ.